മിടുക്കരായ കുട്ടികൾക്ക് അനായാസം എത്തിപ്പിടിക്കാവുന്ന ഒരു മേഖലയാണ്, കരുത്തുറ്റ ഉദ്യോഗമാണ് സിവിൽ സർവീസ്. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ ഈ രംഗം അപ്പാടെ കൈയടക്കുമ്പോൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുറകോട്ട് പോകുന്നതിനുള്ള പ്രധാന കാരണം അവർക്ക് ശരിയായ ഒരു പരിശീലനം ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇന്ന് സിവിൽ സർവീസ് രംഗത്ത് മികച്ച പരിശീലനവും പഠന സൗകര്യവുമാണ് എഡ്യൂസോൺ നൽകുന്നത്. Eduzone Civil Service Academy. Eduzone Civil Service Academy is instituted by Center for Academic Research of Gramaniketan Charitable Society, an NGO, in 2008 with an aim to provide quality education to vulnerable sections of our society. From its yeoman foundations, Eduzone today is among the best in the country. A pan-Indian presence, as much as 700 students seek our guidance every year. Equipped with the best of faculties, Eduzone is now a center for excellence, home to 38 UPSC civil servants, including Haritha V. Kumar and Sri Ram, who got ranks 1 and 2 respectively in 2013 UPSC civil service exams. എഡ്യൂസോൺ അക്കാഡമിയിലെ ജിജോ സർ, പിന്നെ ഇവിടെ എൻ്റെ അക്കാഡമിയിലെ മറ്റു സുഹൃത്തുക്കൾ, ഇവിടുത്തെ ചർച്ചാവേദികളാണ് ഇൻ്റർവ്യൂവിന് ഏറ്റവും ഭംഗിയായി എന്നെ പ്രസന്റ് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം തന്നത്. As a part of CARE, Eduzone have access to some of the finest faculties for civil service coaching in the country. From experienced to the young bloods, Eduzone offers civil service coaching led by the best faculties in state-of-the-art infrastructure. We take pride in our commitment to meet the needs of the society and produce results in a timely manner. We intend to make civil service affordable to all. Eduzone Civil Service Academy. We are here for a step-by-step guidance in your march to success. തിരുവനന്തപുരം ആസ്ഥാനമാക്കി കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ യുവതി യുവാക്കളുടെ വിദ്യാഭ്യാസപരമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഗ്രാമനികേതൻ ചാരിറ്റബിൾ സൊസൈറ്റി. സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന ഗ്രാമീണ യുവത്വത്തിനെ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലുമുള്ള വിവിധ മത്സര പരീക്ഷകളായ സിവിൽ സർവീസ്, അഖിലേന്ത്യാ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, വിവിധങ്ങളായ PSC പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുപ്പിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. നമ്മുടെ യുവതലമുറയെ സ്വാശ്രയത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന ഗ്രാമനികേതന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശാഖയാണ് സെന്റർ ഫോർ അക്കാദമിക് റിസർച്ച് അഥവാ കെയർ. കെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എഡ്യൂസോൺ, ഗുരുകുലം അക്കാദമി, സ്മൈലിംഗ് യൂണിക്കോൺ പബ്ലിക്കേഷൻസ് ആൻഡ് എസൻസ്. ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ഹരിത വി കുമാറിലൂടെയും ശ്രീറാം വിയിലൂടെയും 1ഉം 2ഉം റാങ്കുകൾ അടക്കം നിരവധി റാങ്കുകൾ കരസ്ഥമാക്കിയ സിവിൽ സർവീസ് പഠന രംഗത്തെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് എഡ്യൂസോൺ സിവിൽ സർവീസ് അക്കാദമി. ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എഡ്യൂസോൺ സിവിൽ സർവീസ് അക്കാദമിക്ക് കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, തൊടുപുഴ, തൃശൂർ എന്നിവിടങ്ങളിലും മധ്യപ്രദേശിലെ ഇൻഡോറിലും പഠന കേന്ദ്രങ്ങളുണ്ട്. ആധുനിക നിലവാരത്തിലെ ക്ലാസ് റൂമുകൾ, പരിചയസമ്പന്നരായ ഇന്ത്യയിലുടനീളമുള്ള അധ്യാപകർ, മികച്ച സ്റ്റഡി മെറ്റീരിയലുകൾ, വിപുലമായ ലൈബ്രറി, ഹോസ്റ്റൽ സൗകര്യങ്ങൾ തുടങ്ങിയവ പണച്ചിലവ് ഏറെയൊന്നുമില്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നിവയിൽ കേരളത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ഗുരുകുൽ അക്കാദമി. ഹൈസ്കൂൾ തലം മുതൽ ഹയർ സെക്കൻഡറി വരെ മികച്ച വിദ്യാർത്ഥികളെ പ്രവേശന പരീക്ഷകളിലൂടെ കണ്ടെത്തി മിടുക്കരായവർക്ക് സ്കോളർഷിപ്പുകൾ നൽകി അവരുടെ വിദ്യാലയങ്ങളിൽ വെച്ച് തന്നെ പരിശീലനം നടത്തുന്നു. കുട്ടികൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുവാൻ സഹായിക്കുക എന്ന ദൗത്യമാണ് ഗുരുകുൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതിനോടകം തന്നെ 30ഓളം സ്കൂളുകളും 4000-ലേറെ വിദ്യാർത്ഥികളും ഗുരുകുലിന്റെ ഭാഗമായി കഴിഞ്ഞു. ഉന്നത നിലവാരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ തയ്യാറാക്കുവാൻ വേണ്ടി കെയറിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും അധ്യാപകരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടുന്ന പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് വിഭാഗമാണ് യൂണിക്കോൺ പബ്ലിക്കേഷൻസ്. പുസ്തകങ്ങളും നോട്ടുകളും മികച്ച രീതിയിൽ തയ്യാർ ചെയ്യുന്നതിനും അവ തുച്ഛമായ വിലയിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതിനും വേണ്ടി ഒരു മികച്ച വിഭാഗം തന്നെ യൂണിക്കോണിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇതിനോടകം യൂണിക്കോണിൽ നിന്നും ഇംഗ്ലീഷ് ഗ്രാമർ, ആനുകാലിക വിവരങ്ങൾ,
PSC റാങ്ക് ഫയൽ, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജിയോഗ്രഫി എന്നിവയിലെ ആധികാരിക പുസ്തകങ്ങളും ഗൈഡുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയും മികച്ച കരിയർ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയും അവരെ പ്രാപ്തരാക്കുന്നതിനാണ് കരിയർ ഗൈഡൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത്. എഡ്യൂസോണിന്റെ മറ്റൊരു വിഭാഗമായ എസൻസ് കേരളത്തിലുടനീളം വിവിധ കോളേജുകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകൾ, ഗവൺമെന്റ് വിഭാഗങ്ങൾ എന്നിവയുമായി 8ാം സ്റ്റാൻഡേർഡ് മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. ചില നേരങ്ങളിൽ ചില മനുഷ്യർക്ക് തോന്നുന്ന ആശയങ്ങളാണ് വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നത്. അത്തരം വലിയൊരു മാറ്റത്തിന് കാരണമായ ഒരു സ്ഥാപനമാണ് ഗ്രാമനികേതൻ. ഗ്രാമനികേതൻ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറും എഡ്യൂസോൺ സിവിൽ സർവീസ് അക്കാദമിയുടെ ചെയർമാനുമായ ജിജോ മാത്യു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക്. നമസ്കാരം സർ. ഈ ഗ്രാമനികേതൻ എന്നൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ ഓൾ ഇന്ത്യ എക്സാംസിന് കോച്ചിങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാരെ സമൂഹത്തിൻ്റെ ഒരു മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഗ്രാമനികേതൻ 2007 രജിസ്റ്റർ ചെയ്തത്. അത് 1956 കേരള സ്റ്റേറ്റ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പക്ക NGO ആണ്. അത് നെഹ്റു യുവകേന്ദ്ര അഫിലിയേറ്റഡ് ആണ്, അതുപോലെ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ അഫിലിയേറ്റഡ് ആണ്, പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അഫിലിയേറ്റഡ് ആണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് എഡ്യൂസോൺ സിവിൽ സർവീസ് അക്കാദമി. എഡ്യൂസോൺ നൽകുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചൊന്ന് വിശദമാക്കാം. ഇപ്പം നമ്മൾക്ക് ഈ സിവിൽ സർവീസ് എക്സാം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള ആൾക്കാരെ IAS, IFS അതുപോലെ തന്നെ IPS തുടങ്ങിയ കേഡറിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി UPSC നടത്തുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ എക്സാം അറ്റ്ലീസ്റ്റ് ഒരു 1.5 വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം അതനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യുക, ചെറുപ്പം തൊട്ടേ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒന്നല്ല. ചെറുപ്പം തൊട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാസ്സാകാനായിട്ട് കഴിയും. പിന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതിന് നല്ലൊരു ഗൈഡൻസ് ആവശ്യമാണ്. ഇപ്പോൾ എഡ്യൂസോൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചെറുപ്പം മുതൽ എന്ത് ചെയ്യുക, അവരെ പ്രാപ്തരാക്കി ഇതേപോലുള്ള എക്സാം എഴുതാനായിട്ട് അവരിലേക്ക് കോൺഫിഡൻസ് ഇൻജെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സിവിൽ സർവീസ് പഠിക്കാനായിട്ട് എന്തായാലും ഇതൊരു ഗൈഡൻസ് ഇല്ലാതെ പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അന്നേരം അവർക്കൊരു കോച്ചിങ് സെൻറ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഇപ്പം കേരളത്തിൽ ഫീസ് കുറവാണ്, പക്ഷേ ഡൽഹി ആയിരുന്നു ഇതൊരു കാലത്തിൻ്റെ സെൻറ്റർ. ഡൽഹിയിലുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1,27,000 ഇപ്പോഴത്തെ ചാർജ്. അന്നേരം അവിടെ കിട്ടുന്ന അതേ ഫെസിലിറ്റീസ് വളരെ കുറഞ്ഞ ചിലവിൽ തിരുവനന്തപുരത്ത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പിന്നെ കേരളത്തിൽ അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളിപ്പോൾ എഡ്യൂസോൺ സിവിൽ സർവീസ് വിവിധ ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കുന്നത്. അവിടെയെല്ലാം നമ്മൾ നല്ല ഫാക്കൽറ്റിനെ, കേരളത്തിൽ കിട്ടാവുന്ന നല്ല ഫാക്കൽറ്റി നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഫാക്കൽറ്റിനെ നമ്മൾ ഡൽഹി അതുപോലെ ഇൻഡോർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ആ ഡൽഹി കിട്ടാവുന്ന അതേ ക്വാളിറ്റി ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. തീർച്ചയായും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഹരിതയെ പോലെയുള്ള സ്റ്റുഡൻസ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും ഉന്നത വിജയം നേടുന്നതിന് കാരണമായത്. അതെ, കാരണം ജനറൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പഠിച്ച കാലത്തായാലും ഡൽഹിയിൽ നിന്ന് പല ഫാക്കൽറ്റി ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് അവരുടെ എല്ലാം നമ്മൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നത്. പിന്നെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡൽഹിയിൽ പോയി പഠിക്കാനായിട്ട് ഇത്ര രൂപ വരും. പിന്നെ എല്ലാവർക്കും ഇത്രമാത്രം പണം എടുക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ തീർത്ത് ലോവർ സ്ട്രാറ്റപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഒരു സിവിൽ സർവീസ് എന്താണ് ഒരു അപ്രാപ്യമായിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി ഈ സിവിൽ സർവീസ് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഇവൻ ഇപ്പം 1990 വരെയൊക്കെ സിവിൽ സർവീസ് എന്താണ് ഒരു അപ്പർ ക്ലാസ്സിൻ്റെ കുത്തകയായിരുന്നു. ഏകദേശം 20 വർഷമായിട്ടുള്ളൂ അതൊരു മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ്സിൻ്റെ ഇടയിലേക്ക് വന്നിട്ട്. അന്നേരം ആ മേഖലയിൽ നിന്നുള്ള, അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന, അവരെക്കുറിച്ച് ഗ്രാമീണ മേഖലയുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ആൾക്കാർ സിവിൽ സർവീസിൽ കയറുകയാണെങ്കിൽ അത് രാഷ്ട്രത്തിൻ്റെ ഫ്യൂച്ചറിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. അന്നേരം ആ ലക്ഷ്യമായിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ സ്കോളർഷിപ്പ് കൊടുക്കുക, കുട്ടികളെ ചെറുപ്പം തൊട്ടേ പ്രിപ്പയർ ചെയ്യുക, ഡൽഹി കിട്ടാവുന്ന ഫെസിലിറ്റീസ് നമ്മൾ തിരുവനന്തപുരത്ത് അവൈലബിൾ ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ ഇടയ്ക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ച് അറിയണം എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് മാറ്റുക. സിവിൽ സർവീസിൽ ഇത്രയേ ഉള്ളൂ, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട, വളരെ സിമ്പിളാണ് ഇത് എഴുതിയെടുക്കാനായിട്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം നല്ലൊരു ഓഫീസർ പോസ്റ്റ് എഴുതിയെടുക്കുന്നേക്കാളും ബുദ്ധിമുട്ട് കുറവാണ് ഇപ്പോൾ സിവിൽ സർവീസ് എഴുതിയെടുക്കാനായിട്ട്. സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു അടിസ്ഥാന യോഗ്യതയുണ്ട്, അതേക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ഇപ്പോൾ അടിസ്ഥാന യോഗ്യത UPSC പറയുന്നത് ഡിഗ്രി പാസ്സാണ്. അത് പ്രിലിം എഴുതുന്നതിന് ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് വരെയും പ്രിലിംസിന് അപ്ലൈ ചെയ്യാം. മെയിൻസിന് അവർ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അന്നേരം പ്രിലിംസിന് ഇതിൻ്റെ എക്സാം 3 തലത്തിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രിലിമിനറി ആണ്. ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പറുണ്ട്, ഒരു സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇത് ഒബ്ജക്റ്റീവ് മോഡലാണ്.
ഏകദേശം ഒരെണ്ണത്തിന് 200 മാർക്ക് വീതമാണ്, 400 മാർക്കിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൽ പാസ്സാകുന്ന കുട്ടികളെയാണ് നെക്സ്റ്റ് സ്റ്റേജായ മെയിൻ എക്സാമിലേക്ക് കൊണ്ടുവരുന്നത്. ആ മെയിൻ എക്സാമിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഏകദേശം 5ഓളം പേപ്പർ എസ് എ സഹിതം ജനറൽ സ്റ്റഡീസിലുണ്ട്, 2 കമ്പൾസറി പേപ്പറുണ്ട്. അത് പാസ്സായാൽ മാത്രമേ, ഇപ്പോൾ മലയാളവും മലയാളികൾക്കാണ് മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അവരുടെ മെയിൻ്റെ പേപ്പർ നോക്കുകയുള്ളൂ. മെയിൻ്റെ പേപ്പർ നോക്കി അതാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അതിനുശേഷം പിന്നെ ഓപ്ഷണൽ പേപ്പറുണ്ട്. ഇപ്പം നമുക്ക് അവർ തരുന്ന സബ്ജക്റ്റിൽ നമുക്ക് 22 സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ പേപ്പറിൽ ഏകദേശം 500ഓളം മാർക്കുണ്ട്. അന്നേരം ഈ ജനറൽ സ്റ്റഡീസിനും ഈ ഓപ്ഷണൽ പേപ്പറിനും കിട്ടുന്ന മാർക്ക് അനുസരിച്ചാണ് നമ്മൾ ഇൻ്റർവ്യൂ വിളിക്കുന്നത്. ഇൻ്റർവ്യൂവിന് 275 മാർക്കാണുള്ളത്. ഇത് ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ആണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, സർവീസിൽ കയറുന്നത്. അന്നേരം ഈ 3നുള്ള കോച്ചിങ് നമ്മൾ തന്നെ തിരുവനന്തപുരത്ത് അവൈലബിൾ ആക്കുന്നുണ്ട്. നല്ലൊരു നേതൃത്വം കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കും സിവിൽ ഉണ്ട്, സർവീസ് അതിൻ്റെ മാറ്റം കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിലേക്ക് ഇപ്പോൾ സിവിൽ സർവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്കല്ല കിട്ടുന്നത്, കേരളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് പഠിക്കുന്ന കുട്ടികൾക്കാണ് കിട്ടുന്നത്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ നല്ല ഗൈഡൻസ് കൊടുക്കുക, നല്ല സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്യുക അവൈലബിൾ ആക്കുക, പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരിലേക്ക് ആ കോൺഫിഡൻസ് ഇൻജെക്റ്റ് ചെയ്യുക, കുട്ടികൾക്ക് ഇത് പറ്റുമെന്നുള്ള ബോധം അവരിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിളാണെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാർക്കും പാസ്സാകാൻ പറ്റും. പിന്നെ UPSC തന്നെ പറയുന്നത് ഇപ്പം കറസ്പോണ്ടൻസ് വഴി പാസ്സാകുന്നവർ, അതുപോലെ തന്നെ ലിബറൽ ഡിഗ്രി എടുക്കുന്നവർ, ഇവർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും. കറസ്പോണ്ടൻസ് എടുക്കുന്ന ആൾക്കാർ പാസ്സാകുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഈ ബോധം നമ്മുടെ കുട്ടികൾക്ക് പലർക്കും ഇല്ല. അവരുടെ ചിന്ത ഇത് PG കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ PhD വേണം, അല്ലെങ്കിൽ അഗാധമായ നോളജ് വേണം. ഇതൊക്കെ എന്താണ് തെറ്റിദ്ധാരണയായിട്ട് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇത് മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എജുസോണിന്റെ ലക്ഷ്യം തന്നെ ഇത് തന്നെയാണോ? എജുസോണിന്റെ ലക്ഷ്യം തന്നെ അതാണ്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കേരളത്തിൻ്റെ മറ്റുള്ള മേഖല, വടക്കൻ മേഖലയായ കോഴിക്കോട്, പാലക്കാട്, പിന്നെ എറണാകുളം, തൊടുപുഴ പോലുള്ള റൂറൽ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം നമുക്കിപ്പം ചേരുന്ന കുട്ടികളെല്ലാം പാസ്സാകുമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക. പിന്നെ മാക്സിമം ഇപ്പം കുറച്ച് കുട്ടികൾ പാസ്സായാൽ തന്നെ നമുക്ക് എന്താണ് വലിയൊരു നേട്ടമാണ്. ഇപ്പം നമ്മൾ ഏകദേശം 5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി ഒത്തിരി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് അവർക്ക് അവയർനെസ് കൊടുക്കേണ്ട. ഏകദേശം ഈ ഒരു 5 വർഷം കൊണ്ട് 20,000 കുട്ടികളുടെ ഇടയിൽ ക്ലാസ് നടത്തി അവർക്ക് അവയർനെസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്കും പ്രാപ്യമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എജുസോണിലൂടെ ലക്ഷ്യപ്പെടുന്നത് അല്ലേ? ഇത്രയും ഒരു സമൂഹത്തിന് വേണ്ടി ഇത്രയും അധികം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. EduZone Civil Service Academy. We are here for a step-by-step guidance in your march to success. നമസ്കാരം. ടീച്ചർ, എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് പഠനത്തിന് ഭാഷ അതെന്തുമായിക്കോട്ടെ അത് പഠിക്കണമെന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണ്? ഭാഷ ആരുടെയും ഭാഷ എന്താണ്, നമ്മുടെ സ്വന്തം വസ്തുവാണ് എന്ന് നമ്മൾ കരുതുന്ന ഒന്നാണ് ഭാഷ. ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഭാഷ. യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ ഉന്നതമായ പരീക്ഷയ്ക്ക് ഭാഷയ്ക്ക് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യം വരുമ്പോൾ നമുക്ക്, കാരണം ഈ ഉന്നത പരീക്ഷയ്ക്ക് എഴുതുന്ന ഓരോ ആളും യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഭരണാധികാരിയാകുകയാണ് അല്ലേ? അപ്പോൾ ഭരണാധികാരിയാകുമ്പോഴത്തേക്കും ഭരണാധികാരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണത്തിൻ്റെ നിയമങ്ങൾ മാത്രമല്ല, ഒരു പൊതുവിജ്ഞാനം മാത്രമല്ല, അയാൾ ആ ജനത്തിൻ്റെ സംസ്കാരവും കൂടി അറിഞ്ഞിരിക്കണം. അതറിയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഏറ്റവും പറ്റിയത് ഭാഷാ പഠനമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അത് പിന്നെ എടുക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ സിവിൽ സർവീസിനെ പഠിപ്പിക്കുമ്പോൾ വരുന്ന മിക്കവാറും എല്ലാ കുട്ടികളും 10ാം തരം വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. അവർ പിന്നെ ഹയർ ഒന്നിനും മലയാളം ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ പഠിപ്പിച്ച ഈ കുട്ടികളെല്ലാം, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇത് കിട്ടിയ IAS കിട്ടിയ ഹരിതയാകട്ടെ, പിന്നീട് പറഞ്ഞതുപോലെ രാഹുൽ, സമീരൻ ഒക്കെ, അവരൊക്കെ എങ്ങനെയാണ് ഇതിനെ പഠിച്ചെടുത്തത് എന്നുള്ളത് നമുക്ക് അത്ഭുതകരമായ രീതിയിൽ അതിശയം തോന്നുക. ശരിക്കും അങ്ങനെയാണ്. കാരണം ഇത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരമാണ്. അത് ഭാഷയിലൂടെ ഇപ്പം പഠിപ്പിക്കുന്നത് മിക്കവാറും എഴുത്തച്ഛൻ്റെ കൃതികളോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമോ എല്ലാം കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ
മാനുഷികമായിട്ടുള്ള മനസ്സിനെ കണ്ടെത്താൻ ഈ കുട്ടികൾക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളത് ആണ് അവരുടെ കഴിവ്. മനസ്സിലായി? അപ്പോൾ അവരുടെ ആ കഴിവിനെ ഉണർത്തിക്കൊണ്ടുവരാൻ മലയാള ഭാഷയ്ക്ക്, അല്ലെങ്കിൽ ഏത് ഭാഷയും, ഞാൻ പറയാം മലയാള ഭാഷ എന്ന് മാത്രമല്ല, തമിഴാകട്ടെ, ഹിന്ദി ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, ഏത് ഭാഷയ്ക്കും യഥാർത്ഥത്തിൽ ഈ കുട്ടികളിലെ മാനവിക വികാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള അസാധാരണമായ ശക്തിയുണ്ട് എന്നതുകൊണ്ടാണ് ഭാഷാ പഠനം വേണ്ടുന്നതാണ് എന്ന് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ കുട്ടികൾ മലയാളം ഐച്ഛിക വിഷയമാക്കി എടുക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, മലയാളത്തോട് താല്പര്യം തോന്നിയെന്ന് ഞാൻ പറയുന്നില്ല. മലയാളം ഐച്ഛിക വിഷയമായി എടുക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പ്ലസ് പോയിന്റ്, മലയാളികൾ മാത്രമേ മലയാളം എഴുതൂ, മലയാളം ഐച്ഛിക വിഷയമായി എടുക്കും. അപ്പോൾ ഭാരതത്തിലൊട്ടാകെയുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നതിൽ കേരളത്തിലെ മലയാളികളായ കുട്ടികൾ മാത്രമേ മലയാളം ഐച്ഛിക വിഷയമായി എടുക്കൂ. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. അതൊരു മൈനസ് പോയിന്റുമാണ്. കാരണം ഈ മലയാളം പേപ്പർ നോക്കുന്നത് നല്ല പരിജ്ഞാനമുള്ള മലയാളം അധ്യാപകരുമാണ്. അപ്പം അവർക്ക് ഒരു അക്ഷരത്തെറ്റോ ഒരു വാചകത്തെറ്റോ ഒന്നും കണ്ടുപിടിക്കും. അപ്പം ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുമ്പോൾ 2 പോയിന്റും പറയും. ഒന്ന്, ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, അതേസമയം മൈനസ് പോയിന്റും ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു കുട്ടി പോലെ ഞാനിപ്പോൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ വേ ഓഫ് തിങ്കിങ് അതിനകത്ത് വരുന്നുണ്ട്. കാരണം സ്വതസിദ്ധമായ അവരുടെ, അപ്പോൾ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന പഠനം ഞാനിപ്പോൾ വേറെ ഒരുപാട് കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. മലയാളം ഓപ്ഷണൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. മലയാളം തന്നെ പഠിപ്പിച്ച എത്രയോ കാലം സർവീസിലിരുന്നിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അവിടെ ഒന്നും കാണാത്ത ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു താല്പര്യം ഈ കുട്ടികൾക്ക് സിവിൽ സർവീസിൽ, ഞാൻ ഇപ്പോൾ ഇവിടെയാണ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കാണുന്നത് എനിക്ക് അതിശയമാണ്. മനസ്സിലായില്ല? അങ്ങനെ അതിനൊരു താല്പര്യം വരുന്നുണ്ട് എന്നുള്ളത്. കാരണം 10-40 കുട്ടികളോളം ഇവിടെ ഇതിനു വേണ്ടി വരുന്നുണ്ട്. മലയാളത്തെക്കുറിച്ചും ആ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ടീച്ചർ വളരെ മനോഹരമായി തന്നെ പറയുകയുണ്ടായി. വളരെയധികം നന്ദി. നമസ്കാരം. EduZone Civil Service Academy. We are here for a step-by-step guidance in your march to success. എഡ്യൂസോണിന്റെ കരിയർ ഗൈഡൻസ് വിഭാഗം മേധാവിയും ഗ്രന്ഥകർത്താവുമായ ജോബിൻ എസ് കൊട്ടാരമാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക്. നമസ്കാരം. എഡ്യൂസോണിന്റെ കരിയർ ഗൈഡൻസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പല മേഖലയിലും മുന്നിട്ട് നിൽക്കുവാനുള്ള കഴിവുള്ളവരാണ്. പക്ഷേ ഏത് മേഖല തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ കരിയറിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു പൊതുവായിട്ട് നേഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ ഏതൊക്കെ മേഖലകളിലാണ് എന്ന് കണ്ടെത്തി അവരെ അതിന് ഉതകുന്ന രീതിയിൽ പ്രാപ്തരാക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശം എഡ്യൂസോൺ നൽകുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലുള്ള വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾ, സിവിൽ സർവീസ് ആവട്ടെ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആവട്ടെ, ക്ലാറ്റ് പോലെയുള്ള എക്സാമിനേഷൻസ് ആവട്ടെ, ഇവയ്ക്കൊക്കെ വേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നുള്ളൊരു മാർഗനിർദ്ദേശമാണ് നമ്മളുടെ കരിയർ ഗൈഡൻസ് ഡിവിഷൻ നൽകുന്നത്. ഒപ്പം ഇന്ന് മലയാളി വിദ്യാർത്ഥികളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആത്മവിശ്വാസമില്ലായ്മയാണ്. പ്രത്യേകിച്ചും ഇൻ്റർവ്യൂ തലത്തിലേക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിലും മറ്റുമൊക്കെ അവർ പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ട്. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊക്കെ അവരെ സജ്ജരാക്കുന്നതിന് തരത്തിലുള്ള പരിശീലന പരിപാടികൾ നമ്മൾ നൽകുന്നുണ്ട്. കൃത്യമായിട്ടും അവരുടെ കഴിവുകൾ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ അടക്കം ഉള്ള മെത്തേഡ്സിലൂടെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എങ്ങനെ അവർക്ക് കരിയറിൽ കൂടുതൽ ഉയർന്ന തലത്തിൽ എത്തുവാൻ സാധിക്കും എന്നുള്ളതിന് വേണ്ട വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ശരിയായ ഒരു ഗൈഡൻസ് ഏതൊരു പ്രായത്തിലാണ് കുട്ടികൾക്ക് നൽകേണ്ടത്? ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് ഏത് കരിയറിലേക്ക് പോകണം, അതിനെവിടെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ബേസിക് ബുക്സ്, ഒരു ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങേണ്ട കാലഘട്ടമാണ് ഒരു ഹൈസ്കൂളിലേക്ക് കടക്കുന്ന ഒരു പീരീഡിൽ തന്നെ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം
അവരുടെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം അവർക്ക് പൂർണ്ണമായിട്ടും അവർക്ക് ഏത് മേഖലയിലാണോ പോകേണ്ടത് അതിനുള്ള എക്സാമിനേഷന് വേണ്ടിയുള്ള കൂടുതൽ ആഴത്തിലുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പീരീഡ് തൊട്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കതിരിൽ കൊണ്ട് വളം വെക്കുകയാണ്. +2 കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് ഇനി എന്തിനു പോകണം. ആ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇതങ്ങനെയുള്ള ഒരു കാര്യമേ അല്ല. കരിയറിനെ സംബന്ധിച്ച് ഒരു ലോങ് ടേം പ്രിപ്പറേഷനും ലോങ് ടേം പ്ലാനിങ്ങും ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനും പ്ലാനിങ്ങും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ അക്കാഡമിഷ്യൻസും ടെക്നോക്രാറ്റ്സും ബ്യൂറോക്രാറ്റ്സും ഒക്കെ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും. താങ്ക് യു. EduZone Civil Service Academy. We are here for a step-by-step guidance in your march to success. ഇവിടെ വളരെ നല്ല ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കിട്ടുന്നത് ഇവിടെയുള്ള സാറന്മാർ എടുക്കുകയും ഹിസ്റ്ററി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫാക്കൽറ്റിയായ ജിജോ സാർ എടുക്കുകയും പൊളിറ്റി, എക്കണോമിക്സ്, എത്തിക്സ് തുടങ്ങിയ ക്ലാസ്സുകൾ ഡൽഹി ഫാക്കൽറ്റിയും CSAT ക്ലാസ് ചെന്നൈയിൽ നിന്നുള്ള ഫാക്കൽറ്റിയാണ് എടുക്കുന്നത്. EduZone അക്കാഡമിയിൽ ഞാൻ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഫാക്കൽറ്റിയുടെ എന്താ പറയുക അവരുടെ ഒരു സപ്പോർട്ടാണ്. ഇപ്പം ജിജോ സാറിനെ തന്നെ എടുക്കുകയാണെങ്കിൽ ജിജോ സാർ ഇപ്പോൾ ഇവിടെ ഫുൾ ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംശയം എപ്പോൾ തോന്നിയാലും എപ്പോഴും ജിജോ സാറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാമെന്നുള്ളത്. കാരണം സാർ ഇവിടെ തന്നെയാണ്, സാറ് വീട്ടിലൊന്നും പോകാതെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ രാത്രിയിലാണെങ്കിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സാറിനെ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഇവിടെ വരികയോ. അപ്പോൾ അതൊരു ആ ഒരു ഫെസിലിറ്റി ആണ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ 100 തവണ ചോദിച്ചാലും 101ാമത്തെ തവണയും സാർ അത് സന്തോഷത്തോടെയാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. ഇവിടെ ഇപ്പം വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഡൽഹി പഠിക്കുന്നതായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഡൽഹിയിലുള്ള സെയിം ഫാക്കൽറ്റി തന്നെയാണ് ഇവിടെ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഓരോ ഏതെങ്കിലും സബ്ജക്റ്റിൽ നമുക്കിപ്പോൾ സാറിൻ്റെ എക്കണോമിയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ സാറ് ഡൽഹിയിൽ നിന്നുള്ള ആ ഫാക്കൽറ്റി അവിടുത്തെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ആൾക്കാരും അതുപോലെ അവരെ ഹയർ ചെയ്യുന്ന ആൾക്കാരുമാണ് നമ്മളെ ഇവിടെയും പഠിപ്പിക്കുന്നത്. അപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇപ്പം ഡൽഹി പോകണം എന്നുള്ള ആ ഒരു ക്ലീഷ അതിപ്പോൾ ഇല്ല. അവിടെ കിട്ടുന്ന അതേ ഫെസിലിറ്റീസും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. EduZone സിവിൽ സർവീസ് അക്കാദമിയിൽ ഞാൻ ഇവിടെ വരാൻ കാരണമായത്, ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരിക്കൽ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. അപ്പം സിവിൽ സർവീസിനെ കുറിച്ചിട്ടും അതിന് അനുബന്ധമായുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വാർത്ത കണ്ട സമയത്ത് എനിക്ക് സിവിൽ സർവീസിലൊരു മോഹം തോന്നുകയും അത് ചെയ്യണം തോന്നുന്ന സമയത്ത് ഞാൻ പലരുമായിട്ടും അന്വേഷിച്ചു. അപ്പം സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിക്കുന്നവരായിട്ടും അതേപോലെ തന്നെ മറ്റുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരായിട്ടും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിൽ ആദ്യമായി സിവിൽ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് എവിടെ ചെന്നിട്ട് കോച്ചിങ് എടുക്കണം. പലരും പറയും ഡൽഹിയാണ് ഇപ്പോൾ ഹബ്ബ്, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലാണ് ഹബ്ബ്, ചെന്നൈ ആണ് ഹബ്ബ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് ആദ്യം കുറച്ച് പേർ പറഞ്ഞു ഡൽഹിയിലാണ് നല്ലത്. പക്ഷേ പിന്നീട് ഞാൻ കൂടുതൽ ഈ സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ത്രൂ എല്ലാം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ EduZone സിവിൽ സർവീസ് അക്കാദമി ഡൽഹിയിൽ തരുന്ന അതേ നിലവാരത്തിലുള്ള കോച്ചിങ് ഇവിടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ച് തരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നു കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഡയറക്ടറായ ജിജോ സർ നമുക്കിപ്പം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തരുന്ന ഒരാളാണ്. എല്ലാ രീതിയിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് നമ്മൾ ചോദിക്കുന്ന സംശയങ്ങൾ ഏത് സമയത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി എന്നില്ല പകലെന്നില്ല ഏത് സമയത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും സർ അതിന് റെഡിയാണ്. അത് ഞങ്ങളെ അടുത്തിരുത്തി നമുക്ക് പഠിപ്പിച്ചു തരും. നല്ലൊരു റാപ്പുമാണ് ഇവിടുത്തെ അധ്യാപകരും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു റാപ്പുമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്നുള്ള പല മെറ്റീരിയൽസും അതുപോലെ തന്നെ പല ഫാക്കൽറ്റീസും ഇവിടെ വന്നിട്ട് നമുക്ക് ക്ലാസ് തരുന്നതാണ്. അതും നല്ല ഹൈ ക്വാളിറ്റി ഫാക്കൽറ്റീസാണ് നമുക്ക് ക്ലാസ് തരുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്, എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, അവിടെ ഏത് തരത്തിലുള്ള ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് ഡൽഹിയിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം കമ്പാരിറ്റീവ്ലി നമ്മളെ എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാലും ഏത് രീതിയിൽ എന്ത് നോക്കിക്കഴിഞ്ഞാലും ക്വാളിറ്റി സെയിം ആണ്. ഞാൻ EduZone സിവിൽ സർവീസ് അക്കാഡമിയിൽ ചേരാനുള്ള കാരണം എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് എങ്ങനെ പഠിക്കണമെന്ന് ആലോചിച്ച സമയത്ത് സർവീസ് ക്വാളിഫൈ ചെയ്ത് ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്നുണ്ട്, IASലും IPSലൊക്കെ എത്തിയത്. അപ്പോൾ അവരെല്ലാവരും സജസ്റ്റ് ചെയ്ത പേര് EduZone ആണ്. അവർ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് നല്ല ഫാക്കൽറ്റിയാണ്, പിന്നെ ഡൽഹിയിൽ നിന്നും നോർത്ത് ഇന്ത്യയിലെ വേറെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൊണ്ട് ഒരു ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് EduZone എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ എപ്പോഴും ഫാക്കൽറ്റി സഹായിക്കാനുണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഫോണിൽ കൂടെ ആയാലും വിളിച്ച് ചോദിക്കാം. ഇത്രയും സൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ EduZone ഓപ്റ്റ് ചെയ്തത്.
EduZone Civil Service Academy. EduZone Academy, run by Center for Academic Research of Gramaniketan Charitable Society, is offering quality civil service training now at affordable rates. EduZone Delhi offers regular classes for GS, CSAT and History option. EduZone has the best faculty panel, which includes Jijo Matthew, Director, EduZone Group of Institutions, Modern India, World History, Indian Polity. Shiju Alokan, Indian Polity, Science and Technology, Modern India. Arjun R. Shankar, Ancient India, Medieval India and Indian Culture, Current Affairs, Social Issues. Srijit K.R., Indian Geography, World Geography. Ritesh R. Jaiswal, General Science, Science and Technology, Environment and Ecology. Alex Andrews George, Indian Economy, Environment, Ecology. Dr. Gopu Krishnan, Ethics, Integrity and Aptitude, International Relations. Santosh Kumar AG, Indian Polity, Social Issues. Ramesh Sadashivam, CSAT. Ebison Kurian Eldos, CSAT. History optional classes led by Jijo Matthew, Arjun R. Shankar, Shiju Alokan. EduZone Civil Service Academy. We are here for a step-by-step guidance in your march to success.